ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. കുഴിമന്തി. നിങ്ങളെ വീട്ടിൽ എന്താണുള്ളത്? വെൽക്കം ബാക്ക്. അതന്നെ, അപ്പം ഇന്നത്തെ സ്പെഷ്യൽ കുഴിമന്തി. കുഴിമന്തി ഒന്നല്ല കേട്ടാ, ഷവായ വിത്ത് മന്തി റൈസ്. അതാണ് കേട്ടാ ഇന്നത്തെ സ്പെഷ്യൽ. കുറേ ദിവസമായി വിചാരിക്കുന്നു ഇങ്ങനെ ഷവായ ആക്കണമെന്ന്. അന്ന് അവിടെ നിന്ന് കഴിച്ചത് മുതൽ ഭയങ്കരമായിട്ട് മനസ്സ് കയറിക്കൂടിയായിട്ട് കേട്ടാ, വല്ലാണ്ട് ടേസ്റ്റ്. അതിൻ്റെ അതേ റെസിപ്പിയിൽ അടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അലവളം നമ്മളെ കൊണ്ട് പറ്റില്ല. ഇപ്പോൾ കുറേ കാലമായിട്ട് ഫുഡാക്കുന്നില്ല, ഭയങ്കര ഫ്ലോപ്പാണ്. എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമായിട്ടാ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. എൻ്റെതായ കുറേ പരീക്ഷണത്തിൽ ഒരുപാട് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായിട്ടുമുണ്ട്, അടിപൊളിയായിട്ടുമുണ്ട്. ഒരു പ്രാവശ്യം നന്നായിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം അത് വൻ ഫ്ലോപ്പായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഒരു ബിരിയാണി വെച്ച കഥയുണ്ടായിരുന്നു, അതിപ്പോൾ പറയുന്നില്ല. നല്ല രസമുണ്ടായിരുന്നു. ഉച്ചക്ക് 1 മണിക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് വൈകുന്നേരം 5 മണിക്ക് ഫുഡ് കഴിച്ചിട്ടാ. അതൊക്കെ കഥ വേറെയാണ്. എന്തായാലും അതുപോലെ ഇതാവൂല എന്ന് പ്രതീക്ഷ കൊണ്ടാണ് തുടങ്ങുന്നത്. നോക്കാം എന്തായാലും. അങ്ങനെ ചിക്കനൊക്കെ സ്പെഷ്യൽ മസാലയിൽ മാരിനേറ്റ് ചെയ്തു. റൈസിൽ കുറച്ച് ഫ്ലേവറെല്ലാം ആക്കുന്നുണ്ട് കേട്ടോ. വേറെ വലിയ സാധനമല്ല കേട്ടോ. തക്കാളി, ഉള്ളി, കുരുമുളക്, മല്ലി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ മല്ലിച്ചപ്പ്, പുതിന. ഫുഡ് ആക്കിയാന്ന് തുടങ്ങിയതുപോലെ ഈ ബൂട്ടിക്ക് ഭയങ്കര വിശപ്പാന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്ത് ഇങ്ങനെ ഇടയ്ക്കൊരു ചെറിയ സാധനമായി കൊടുത്തു. നമ്മളെ ബേൽപൂരി. അതന്നെ, ബേൽപൂരി. ആരെങ്കിലും തട്ടിമുട്ടി ഹിന്ദിക്കാരാക്കുന്ന പോലെ ഏതെല്ലോ കണ്ടുപിടിച്ചാക്കി. പക്ഷേ വലിയ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ, സത്യം പറയാലോ. കുഴപ്പമില്ല, ഒരു താൽക്കാലിക ആശ്വാസം എന്ന് പറയാം. അങ്ങനെ തിരിച്ച് കുക്കിങ്ങിലേക്ക്. ബേൽപൂരി എല്ലാവർക്കും ഇഷ്ടമായിട്ടൊന്നുമില്ല കേട്ടോ, ഉപ്പ് കൂടിപ്പോന്നല്ല പറഞ്ഞു. അതെപ്പോൾ അങ്ങനെ തന്നെ, ബേൽപൂരി ഉപ്പും ഭയങ്കര ശത്രുക്കളാണ്. ചിക്കൻ ആദ്യം മാരിനേഷൻ ചെയ്ത് ഫ്രൈ ആക്കാൻ വെച്ചു. ഇത് ഒരുപാടുള്ളതുകൊണ്ട് തന്നെ ഫ്രൈ ആകാൻ കുറച്ച് പണി പറ്റണേ. അതുകൊണ്ട് എന്താക്കി, ഞാനത് ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ടിട്ട് കുറച്ചുകൂടെ ഫ്രൈ ആകാൻ വെച്ചു. അതല്ല കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത് നല്ല ഡീപ്പ് ഫ്രൈ ആവും, ഞാൻ ഉദ്ദേശിച്ച ടെക്സ്ചറിൽ കിട്ടുകയും ചെയ്യും. അങ്ങനെ അത് ഫ്രൈ പാനിൽ വെച്ചു. അതൊരു സൈഡായി. ബാക്കി ഈ മസാല കുറച്ച് അതിൻ്റെ ആഡ് ചെയ്യണം. അല്ല, ആഡ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ചൊന്ന് അത് ചൂടാക്കണം. എന്നിട്ട് മസാലയ്ക്ക് ഒന്ന് കുറുക്കി വരുമ്പോഴാണ് ചിക്കൻ ഇതിൻ്റെ തേണ്ടത്. അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ റൈസ് നോക്കണ്ടേ, എന്തായി നാരിക്കറി രീതിയിൽ തന്നെ കിട്ടണേ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ബാക്കി ചിക്കൻ പൊരിക്കാൻ തുടങ്ങി. ചിക്കൻ പൊരിക്കുമ്പോൾ നല്ല മണം കേട്ടോ, സത്യം പറയാലോ. ഞാനാക്കിയ മാരിനേഷൻ അടിപൊളിയുണ്ടോയെന്നും അറിയില്ല. ലാസ്റ്റ് കഴിച്ച ഷവായൻ്റെ അതേ സ്മെല്ല് തന്നെ. എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം. അല്ലെങ്കിൽ ഞാൻ പൊതുവേ ആക്കിയ സ്മെല്ലിൻ്റെ കാര്യത്തിൽ നിന്ന് ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ലേ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ മാത്രം പ്രശ്നം ഉണ്ടാവില്ല. നോക്കാം. അങ്ങനെ റൈസായി കേട്ടാ. അത് മാറ്റിയപ്പോൾ തന്നെ ഒരു പൊട്ടിക്കട്ട വേണം. കുറച്ച് സ്റ്റൈലിഷ് ആക്കിനി. വേറെ ഒന്നല്ല, നമ്മൾ മഞ്ഞൾപ്പൊടി ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് അങ്ങനെ കോരി ഒഴിച്ച് അങ്ങനെ ഒരു കളറൊക്കെ ഉണ്ടാക്കി. ബാക്കി നമ്മൾ ഈ കൂട്ടി വരട്ടെ. പരിപാടിയിലാണ്. അപ്പൊ ചോറൊന്നും കിട്ടിയിട്ടില്ലട്ടാ, ചിക്കനും കൂടി റെഡിയാവണുണ്ട്. അതൊന്നും ചെയ്യാം, അതാതെടുക്കുന്നതിനറിയാം എന്റെ അച്ഛമ്മ. ഇന്നലെ കണ്ടില്ല എന്നൊരു ബ്ലോഗ്, അത് നിങ്ങളാണെങ്കിൽ കണ്ടിട്ടില്ലല്ലോ. ലൈക്ക്, പിന്നെ ചിക്കൻ, പിന്നെ ചമ്മന്തി, പിന്നെ നമ്മളെ സ്വന്തം ഇതുണ്ടായാലും കുഴിമന്തി. ഇടയ്ക്കിടയ്ക്ക് മറന്നോണ്ട് കേട്ടാ. വേണ്ട അട്ടാ, അപ്പൊ ഇതാണ് അച്ഛനാണ് ഒരുമിച്ച് നമ്മളങ്ങനെ ഒരുമിച്ചൊന്നും കഴിക്കൂലപ്പാ. ഒരു വെറൈറ്റി കണ്ടിട്ടാ ഇലയിൽ തന്നെ ആക്കി സംഭവത്ത് കളറായി. വെള്ള ചട്നി, പച്ച ഇല, ബ്രൗണ്, ഒന്നും പറയട്ടെ, എല്ലാം കളർഫുൾ തന്നെ കേട്ടോ. എന്തായാലും ബിരിയാണിക്ക് തിന്ന പോലത്തെ ഒരു സ്റ്റൈലിൽ കഴിച്ചു നോക്കിയപ്പോൾ സംഭവം സെറ്റ് ചെയ്തു. അപ്പോൾ ഓക്കെ, സെറ്റ്. ഇഷ്ടമായിരുന്നെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല നമുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക,